പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 75ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻപിലുള്ളത് ഒരുപക്ഷെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു വർഷം. അമേരിക്കയുടെ 50% അധിക തീരുവയും ആദ്യമായി സഖ്യകക്ഷി രാഷ്ട്രീയത്തെ നയിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും അടക്കം അദ്ദേഹത്തിന് മുൻപിലുള്ള വെല്ലുവിളികൾ നിരവധിയാണ്. എന്നാൽ ഒരു RSS പ്രചാരകനിൽ നിന്ന് ആഗോള രാഷ്ട്രതന്ത്രജ്ഞനിലേക്കുള്ള മോദിയുടെ ശ്രദ്ധേയമായ യാത്ര ഓരോ പ്രതിസന്ധിയും നവീകരണത്തിനുള്ള ഉത്തേജകമായി മാറുകയും ഓരോ തിരിച്ചടിയും ഒരു മഹത്തായ തിരിച്ചുവരവിനുള്ള ലോഞ്ച് പാഡായി മാറ്റുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്ഥിരമായ പാറ്റേൺ വെളിപ്പെടുത്തുന്നു. ഡൊണാൾഡ് ട്രംപുമായുള്ള താരിഫ് യുദ്ധം പ്രതിസന്ധി അവസരമാക്കി മാറ്റുന്ന മോദിയുടെ തന്ത്രത്തിന് ഉദാഹരണമാണ്. ഓഗസ്റ്റിൽ US പ്രസിഡന്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തിയപ്പോൾ മോദി കീഴടങ്ങുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പകരം അദ്ദേഹം തന്ത്രപരമായ ധിക്കാരത്തിലൂടെ ഒരു മാതൃക സൃഷ്ടിച്ചു. വാഷിംഗ്ടണിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന് പകരം മോദി ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി: ഞങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചേക്കാം, പക്ഷെ ഞങ്ങളതെല്ലാം സഹിക്കും. ഇന്ത്യ കർഷകരുടെയോ ചെറുകിട വ്യവസായങ്ങളുടെയോ ദേശീയ താൽപര്യങ്ങളുടെയോ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ സന്ദേശം. തുടർന്ന് നടന്നത് മോദിയുടെ തനത് ശൈലിയിലുള്ള നീക്കങ്ങളായിരുന്നു. ട്രംപിന്റെ നികുതി ചുമത്താനുള്ള തീരുമാനം വന്ന് 24 മണിക്കൂറിനുള്ളിൽ പിന്നെ നടപടികളുടെ പൂരം. ബ്രസീലിയൻ പ്രസിഡന്റുമായി കൈകോർത്തു. മോദിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മോസ്കോയിൽ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കായി ചൈന സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ചു. 7 വർഷത്തിനിടെ ബീജിംഗിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര. ട്രംപിന്റെ സാമ്പത്തിക ശിക്ഷയെ ഒരു നയതന്ത്ര അവസരമാക്കി മോദി മാറ്റിയപ്പോൾ പാശ്ചാത്യ ഭീഷണികളെ ചെറുക്കുന്ന ഒരു പുതിയ ആഗോള ക്രമത്തിന്റെ നേതാവായി ഇന്ത്യയെ അദ്ദേഹം സ്ഥാപിച്ചു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മോദി ഷീ ജിൻപിങ്ങും പുടിനും ഒപ്പം നിന്നു. ഈ ചിത്രങ്ങൾ അമേരിക്കയെ പരിഭ്രാന്തിയിലാക്കി. ട്രംപിന്റെ താരിഫുകൾ അപ്രതീക്ഷിതമായി ഗ്ലോബൽ സൗത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ശബ്ദമായി മോദിയെ മാറ്റി. ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി മോദി ഓഗസ്റ്റ് 15 ഏറ്റവും സമഗ്രമായ GST പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 20 ദിവസത്തിനുള്ളിൽ 5%-യും 18%-യും ലളിതമായ 2 സ്ലാബ് ഘടനയോടെ അദ്ദേഹത്തിന്റെ സർക്കാർ GST 2.0 അനാവരണം ചെയ്തു. ഇത് ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന 12%, 28% വിഭാഗങ്ങളെ ഇല്ലാതാക്കി. പനീർ മുതൽ ഷാംപൂ വരെ, കാറുകൾ മുതൽ ഇലക്ട്രോണിക്സ് വരെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കുറഞ്ഞു. ട്രംപിന്റെ സാമ്പത്തിക യുദ്ധം 140 കോടി ഇന്ത്യക്കാർക്ക് മോദിയുടെ പിന്തുണയുടെയും വളർച്ചയുടെയും ഇരട്ട ഡോസായി മാറി. മോദിയുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിച്ചെന്ന് എതിരാളികൾ കരുതിയ 2002 ഗുജറാത്ത് കലാപം തന്നെ അദ്ദേഹത്തിന്റെ ഭരണ തത്വശാസ്ത്രത്തിന് അടിത്തറ പാകുന്ന ഒന്നായി. അന്താരാഷ്ട്ര ഒറ്റപ്പെടലും ആഭ്യന്തര വിമർശനങ്ങളും നേരിട്ട് മോദി ഗുജറാത്തിനെ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ സംസ്ഥാനമായി പുനർനിർമ്മിച്ചു. ഇത് അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു വികസന മാതൃക സൃഷ്ടിക്കുകയായിരുന്നു. തീരുന്നില്ല. COVID-19 മഹാമാരി മോദിയുടെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പ്രകടമാക്കി. വിമർശകർ പെട്ടെന്നുള്ള വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളെയും ഉൾപ്പെടുത്തി മോദി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പരിപാടി ആരംഭിച്ചു. ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയെ ആത്മനിർഭർ ഭാരതിനുള്ള അവസരമാക്കി അദ്ദേഹം മാറ്റി. മോദി സർക്കാരിനെ നശിപ്പിക്കുമെന്ന് വിമർശകർ പ്രവചിച്ച മഹാമാരി അതേ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിരോധശേഷി പ്രകടമാക്കി. 2024 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ BJPയെ 240 സീറ്റുകളിലേക്ക് താഴ്ത്തുകയും ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി ഒരു സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കാൻ നിർബന്ധിതമാക്കുകയും ചെയ്തപ്പോൾ അത് മോദിയുടെ രാഷ്ട്രീയ മരണക്കുറിപ്പായി ആദ്യം പലരും വിധിയെഴുതി. എന്നിട്ടും ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന രാഷ്ട്രീയ തിരിച്ചുവരവുകളിൽ ഒന്ന് മോദി എഴുതി ചേർത്തു. BJP ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിൽ വിജയം നേടി. 1998 ശേഷം തലസ്ഥാനത്ത് ആദ്യമായാണ് BJP നിയമസഭയിൽ വിജയം നേടുന്നത്. സഖ്യകക്ഷി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ മോദി വ്യത്യസ്തനായി. അധികാര പങ്കുവെക്കലുമായി പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന് സംശയിച്ചവരെയും മോദി നിരാശരാക്കി. വഖഫ് ഭേദഗതി ബിൽ പോലുള്ള നിയമനിർമ്മാണങ്ങൾ പാസാക്കിയത് സഖ്യകക്ഷി നിയന്ത്രണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ദുർബലപ്പെടുത്തിയിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചു. അടുത്തിടെ പൗരത്വ നിയമ ഭേദഗതിയുടെ കട്ട് ഓഫ് തീയതി 2024 ഡിസംബറിലേക്ക് നീട്ടി. ഇത് BJPയുടെ പ്രത്യയശാസ്ത്രപരമായ അജണ്ട കൃത്യമായ പാതയിലാണെന്ന് വീണ്ടും കാണിക്കുകയാണ്. ആഗോളവേദിയിൽ മോദിയുടെ 3ാം ടേം ട്രംപിന്റെ സാമ്പത്തിക ദേശീയതയെ എതിർക്കാൻ തയ്യാറുള്ള ഏകലോക നേതാവായി അദ്ദേഹത്തെ സ്ഥാപിച്ചു. യൂറോപ്യൻ നേതാക്കൾ ട്രംപിന്റെ ഓഫീസിൽ ഒരു രാജാവിന്റെ മുൻപിൽ ഉപപ്രധാനികളെ പോലെ അടങ്ങിയിരുന്നപ്പോൾ മോദി അമേരിക്കൻ പ്രസിഡന്റിന്റെ കോളുകൾ പോലും എടുക്കാൻ വിസമ്മതിച്ചു. ഈ തത്വപരമായ അധികാരം ലോകമെമ്പാടും പ്രശംസ നേടി.
മോദിയുടെ ആഗോള അംഗീകാര റേറ്റിംഗുകൾ സ്ഥിരമായി 75%. മറ്റ് എല്ലാ ജനാധിപത്യ നേതാക്കളെക്കാളും ഏറെ മുന്നിൽ. ഗ്ലോബൽ സൗത്തിന്റെ നായകനായി മോദിയുടെ ഉയർച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ നേട്ടമാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബഹുധ്രുവ ലോകക്രമത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പിനെ സൂചിപ്പിക്കുന്നു. 75-ാം വയസ്സിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, വിധേയത്വത്തിന് പകരം പരമാധികാരത്തിന് മുൻഗണന നൽകുന്ന ഒരു ബദലാഗോള വ്യവസ്ഥിതിയുടെ ശില്പി കൂടിയാണ്. മോദി തന്റെ 75-ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വിമർശകരുടെ വിരമിക്കൽ പ്രവചനങ്ങൾ പൊള്ളയായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അദ്ദേഹത്തിന്റെ ആഗോള പദവി അഭൂതപൂർവമായ ഉയരത്തിലാണെന്നും പ്രവചിക്കപ്പെടുമ്പോൾ മോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിന്റെ ഒരു സൂചനയും നമുക്ക് മുന്നിലില്ല. ഗുജറാത്ത് ഭൂകമ്പത്തെ ഒരു അടിസ്ഥാന സൗകര്യ രംഗത്തെ വിപ്ലവമാക്കി മാറ്റിയ, നോട്ട് നിരോധനത്തെ ഡിജിറ്റൽ പരിവർത്തനമാക്കി മാറ്റിയ, ഇപ്പോൾ ട്രംപിന്റെ താരിഫുകളെ നികുതി ഇളവാക്കി മാറ്റിയ ആ മനുഷ്യൻ 75-ാം വയസ്സിൽ ഒരു വയസ്സായ രാഷ്ട്രീയക്കാരനായിട്ടല്ല, മറിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവായിട്ടാണ് കാണപ്പെടുന്നത്. മിക്ക നേതാക്കളും പാരമ്പര്യത്തെയും വിരമിക്കലിനെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രായത്തിൽ മോദി പുതിയ അധ്യായങ്ങൾ എഴുതുന്ന തിരക്കിലാണ്. അധികാരത്തിന്റെ സമ്മർദ്ദവും സാമ്പത്തിക ദേശീയതയും വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തിൽ തത്വപരമായ അധികാരവും തന്ത്രപരമായ ക്ഷമതയും ദേശീയ താൽപര്യത്തിൽ ഉറച്ച ശ്രദ്ധയും രാഷ്ട്രതന്ത്രജ്ഞരുടെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളാണെന്ന് 75-ാം വയസ്സിൽ മോദി തെളിയിക്കുന്നു. വട്നഗറിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ വിറ്റ ആ ബാലൻ ഇപ്പോൾ തന്റെ നിബന്ധനകളിൽ ലോക നേതാക്കൾക്ക് ചായ വിളമ്പുകയാണ്.